നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ജീവിത വീക്ഷണം, നാം നമ്മുടെ ചിന്തയിലും ജീവിതത്തിലും അനുവർത്തിക്കേണ്ടുന്ന ദർശനം ഏത് എന്നത് സുപ്രധാനമാണെന്നും ശരിയായ ദർശനം ബോധപൂർവം ജീവിതത്തിൽ അനുവർത്തിക്കുവാനുള്ള പരിശ്രമം നടത്തേണ്ടതാണ് എന്നുമുള്ള ആശയമാണ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. കാരണം എത്ര വലിയ മഹാന്മാരായ വ്യക്തികളും എത്ര സദുദ്ദേശപരമായി ജീവിച്ചാലും അവർ അനുവർത്തിക്കുന്ന ദർശനം ശരിയല്ല എങ്കിൽ അവരുടെ എല്ലാ അഭിലാഷങ്ങൾക്കും വിരുദ്ധമായി അവരുടെ പ്രയത്നങ്ങൾ ഫലിക്കാതെ പോകും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയായ ജീവിത വീക്ഷണം ഏതെന്ന് കണ്ടെത്തി അതനുവർത്തിക്കേണ്ടതുണ്ട്. അത് സ്വാമി വിവേകാനന്ദനോ മഹാത്മാഗാന്ധിയോ അവരെ പോലെയുള്ള വലിയ ആൾക്കാർ, വലിയ മനുഷ്യസ്നേഹികൾ, അവർ അങ്ങേയറ്റം ഉത്കടമായി മനുഷ്യ ദുരിതങ്ങൾക്ക് അറുതി വരുത്തുവാനുള്ള ആഗ്രഹത്താൽ പലതും പ്രവർത്തിച്ചുവെങ്കിലും അവരുടെ പ്രയത്നങ്ങൾ കൊണ്ട് മാത്രം അത് ഉണ്ടായി എന്ന് മാത്രമല്ല, എനിക്ക് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു, പക്ഷെ അത് നിറവേറ്റാനായില്ല എന്ന് സ്വാമി വിവേകാനന്ദനും സമാനമായ ഭാഷയിൽ അവസാന കാലത്ത് ഗാന്ധിജിയുമൊക്കെ താങ്കളുടെ പ്രവൃത്തികളെ ഓർത്ത് ഖിന്നരാകേണ്ടുന്ന ഒരു ജീവിത യാഥാർത്ഥ്യവും നമ്മൾ കണ്ടു. അതുകൊണ്ട് നമ്മൾ ഈ സ്കൂൾ പോലെയുള്ള പഠനവേദികളിൽ ശരിയായ അടിസ്ഥാന ദർശനം ഏതെന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനും അനുവർത്തിക്കുവാനും ശ്രമിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ദീർഘകാലം, സഹസ്രാബ്ദങ്ങൾ നമ്മുടെ ചിന്താമണ്ഡലത്തെ, നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താമണ്ഡലത്തെ അടക്കി വാണത് ആശയവാദമാണ്, ആത്മീയവാദമാണ്. ആരംഭത്തിൽ അഥവാ ചരിത്രത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഭൗതികവാദം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ അല്ലാതെ വളരെ നിർണായകമായ ഒരു ചരിത്രപരമായ പങ്ക് വഹിച്ചിരുന്നുവെങ്കിലും ദീർഘകാലം ആശയവാദം കൊടികുത്തി വാണു. ആധുനിക ചരിത്രത്തിൽ ശരത്ചന്ദ്രനെയും ഭഗത് സിംഗിനെ പോലെയുമുള്ള മഹാരഥന്മാർ ആശയവാദത്തിൻ്റെ സ്ഥാനത്ത് ഭൗതികവാദ ചിന്തയെ മുന്നോട്ട് കൊണ്ടുവന്നു. ആത്മീയവാദം ഫലവത്തായ മാനുഷിക പ്രവൃത്തിയിലേക്ക് നയിക്കുന്നില്ല. കാറൽ മാർക്സ് പറഞ്ഞത് ആത്മീയവാദം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ് മതത്തെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് അവൻ്റെ കർമ്മപഥത്തിൽ പ്രവൃത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ ഈ മയക്കത്തിൽ നിന്ന്, കറുപ്പ് സൃഷ്ടിക്കുന്ന മയക്കത്തിൽ നിന്ന് അവനെ മുക്തനാക്കേണ്ടതുണ്ട്. വസ്തുതകളെ, യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിച്ച് പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രശ്നപരിഹാര ശേഷി നേടി അതിനനുയോജ്യമായ പ്രവൃത്തികളിലേക്ക് മനുഷ്യനെ ആനയിക്കേണ്ടതുണ്ട്. പക്ഷേ കാറൽ മാർക്സ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത് പലപ്പോഴും തെറ്റായി ഉദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ആ ഒരൊറ്റ വാചകം മാത്രം അടർത്തി മാറ്റി പറഞ്ഞാൽ അതിൻ്റെ ആന്തരാംശം മുഴുവൻ, മാർക്സ് മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ ആന്തരാംശം മുഴുവൻ ഉൾക്കൊള്ളാനാവും. അദ്ദേഹം എന്താണ് പറഞ്ഞത്? മതപരമായ പ്രതിഷേധം, മതപരമായ ദുരിത പരിഹാരം, അത് യഥാർത്ഥത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ആൾക്കാരുടെ, മനുഷ്യരുടെ ഒരു പ്രതിഷേധമാണ്. കാരണം മതമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹൃദയശൂന്യമായ ഒരു ലോകത്തിൻ്റെ ഹൃദയമാണ്. അവിടെ ഹൃദയമില്ല, കരുണയില്ല, ദയയില്ല, നീതിയില്ല. ആ മാതിരി ഒരു ലോകത്തിൻ്റെ ഹൃദയമാണ് മതം. പക്ഷേ അത് അയഥാർത്ഥമാണ്. എന്നാൽ ഈ ലോകത്ത് നീതി അഥവാ ന്യായം കിട്ടാതെ വരുമ്പോൾ അത് തേടിയുള്ള ഒരു സാങ്കല്പികമായ പ്രയത്നം മതത്തിൽ അതാണ് കണ്ടെത്തുന്നത്. പക്ഷേ അത് ഈ ലോകത്തെ ദുരിതങ്ങളെ സഹിച്ച് അതിജീവിക്കുവാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഒരു മയക്കുമരുന്നാണ്. ദുരിതങ്ങളെ അഭിമുഖീകരിക്കാൻ, സഹിക്കാൻ, അതിനെ കടന്ന് ഈ ജീവിതം മുന്നോട്ട് നിൽക്കാൻ മനുഷ്യന് അഭയം കൊടുക്കുന്ന ഒരു മയക്കം. ആ അടിസ്ഥാനത്തിലാണ് കാറൽ മാർക്സ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായും പുതിയ ലോകത്ത്, ഈ ലോകത്ത് മനുഷ്യ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം അസാധ്യമാകുന്ന സാഹചര്യത്തിൽ മതത്തിലൂടെ
മതത്തിന്റെ പാതയിലൂടെ പരലോകത്ത് ആ മുക്തി, ഒരു സ്വർഗം, ഒരു സ്വർഗരാജ്യം നേടാൻ കഴിയുമെന്ന അടിസ്ഥാനത്തിലുള്ള ഒരു ഇഹലോക വൃത്തിയിൽ ഏർപ്പെടാൻ മനുഷ്യനത് ബലം കൊടുക്കും. കാരണം ഈ ലോകത്തിൽ അത് സാധ്യമല്ല. മറുഭാഗത്ത് ഈ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം നമ്മുടെ ഈ ലോകത്ത് സാധ്യമാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിലേക്ക് ചെല്ലുമ്പോൾ, മനുഷ്യന് ഈ ദുരിതങ്ങളെ അതിജീവിക്കാൻ ഒരു മയക്ക് മരുന്നിന്റെ ആവശ്യകത ഇല്ലാതെ വരും. എന്ന് പറഞ്ഞാൽ ശരിയായ വീക്ഷണം, ശരിയായ ചിന്താഗതി, ശരിയായ സമീപന പദ്ധതി, ഈ ലോകത്തിന്റെ ദുരിതങ്ങളുടെ കാരണങ്ങളെ സംബന്ധിച്ച ശരിയായ ശാസ്ത്രീയമായ വിശകലന പാഠങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഈ സാങ്കല്പിക പാഠങ്ങൾക്ക് സാങ്കത്യമില്ലാതെ വരും. സഖാവ് ശിവദാസ് ഘോഷ് പറഞ്ഞു, ഒരു കാലത്ത് മതം ചില സദാചാര നൈതിക ബോധം മനുഷ്യ സമൂഹത്തിൽ കൊണ്ടുവരാൻ സഹായകമാണ്. അടിമ സമ്പ്രദായത്തിൽ അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ക്രിസ്തുമതവും ഇസ്ലാം മതവുമൊക്കെ അവരുടേതായ പങ്കുവഹിച്ചു. പക്ഷേ അതൊരു നിശ്ചിത ചരിത്രഘട്ടത്തിൽ ആ പങ്ക് നിർവഹിച്ചിട്ടുണ്ടെങ്കിലും അതിന്നും സംഗതമാണ്, പ്രസക്തമാണ് എന്ന് വരുന്നില്ല. രാമായണം വളരെ വിഖ്യാതമായ, വളരെ മനസ്സിലാക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന ഒരു ഇതിഹാസം. ആ കഥയുടെ യുക്തിയെ അതേപടി എടുത്ത് നമുക്കിന്ന് അനുവർത്തിക്കാൻ പറ്റില്ല. ദശരഥ മഹാരാജാവ് രാമനെ സ്വന്തം പത്നികളിൽ ഒരാളോടുള്ള വിശ്വസ്തത പുലർത്താനായി കാട്ടിൽ വിടുന്ന ഒരു കാര്യവും, രാമനെ പോലൊരു പുത്രൻ അത് സ്വന്തം പിതാവിനോടുള്ള കൂറ് പുലർത്താൻ വേണ്ടി അത് സ്വീകരിക്കുന്ന കാര്യവും, സീതയെപ്പോലുള്ളൊരു ഭാര്യ, പത്നി, ധർമ്മപത്നി ഭർത്താവിനൊപ്പം കാട്ടിൽ പോകാൻ തയ്യാറാകുന്നതും, സഹോദരൻ ലക്ഷ്മണൻ അദ്ദേഹത്തെ അനുഗമിക്കുന്നതും, അതല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ പാതിവ്രത്യ ചാരിത്രശുദ്ധിയിൽ ചോദ്യം ചെയ്യപ്പെട്ട സീതയെ അത് തെളിയിക്കാൻ വേണ്ടി അഗ്നികുണ്ഡത്തിലേക്ക് അയക്കുന്നതും മറ്റുമായൊരു കഥ ഈ കാലഘട്ടത്തിന് ചേർന്നതേ അല്ലല്ലോ. ഈ കാലഘട്ടത്തിൽ അതിനകത്ത് ഉൾക്കൊള്ളുന്ന മൂല്യങ്ങൾ തീരെ പ്രസക്തമല്ലല്ലോ. മറിച്ച് അതേമാതിരി ഈ കാലഘട്ടത്തിൽ അനുവർത്തിക്കപ്പെട്ടാൽ ഇന്നത്തെ നിയമങ്ങൾ പ്രകാരം ആ കൃത്യങ്ങളെല്ലാം നിയമവിരുദ്ധമായി വരും. അതുപോലെ തന്നെ അന്നത്തെ ജീവിത വ്യാപാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയത് നോക്കാം. അമ്പും വില്ലും മറ്റും കൊണ്ടുള്ള യുദ്ധമുറകൾ അന്ന് സംഗതമാണ്, ഇന്ന് സംഗതമല്ലല്ലോ. അതുകൊണ്ട് മതഗ്രന്ഥങ്ങളിലും മത സംഹിതകളിലും ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ട് എന്ന് പറയാനാവില്ല. മറിച്ച് അതൊരു കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് മത വീക്ഷണകോൺ ഉൾപ്പെടെ നിരവധി വീക്ഷണകോണുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രാബല്യത്തിലുണ്ട്. പക്ഷെ ഇന്ന് സമൂഹം അഭിമുഖീകരിക്കുന്ന, അഥവാ ചരിത്രത്തിൽ സമൂഹ പുരോഗതിക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ചിന്താഗതി കണ്ടുപിടിച്ച് അത് സ്വീകരിക്കുവാൻ നിലനിൽക്കുന്ന, ഇന്നും തെറ്റായി പ്രാബല്യത്തിലിരിക്കുന്ന ചിന്താ പദ്ധതികളെ മനസ്സിലാക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്യേണ്ടത്. എന്താണ് ചിന്ത? ആശയമെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചോദ്യവും നേരത്തെ തന്നെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായി വന്നതാണ്. ഈ ചിന്തയുടെ സ്വഭാവം എന്താണ്, അതെങ്ങനെയാണ്? ശരിയാണ്, അജൈവ വസ്തുക്കളിൽ നിന്ന് ജൈവ വസ്തുക്കളായും പിന്നീട് ജീവനായും പിന്നീട് മനുഷ്യനായും ഒക്കെ രൂപാന്തരം പ്രാപിച്ച് പരിണമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഘട്ടത്തിൽ ഈ ചിന്ത എവിടെ നിന്നുണ്ട്? അതിനെ സംബന്ധിച്ച നിരവധിയായ സങ്കല്പനങ്ങളിൽ നിന്ന് ഭിന്നമായി ആധുനികമായൊരു ശാസ്ത്രീയമായ സങ്കല്പനം മാർക്സിന് തുടർന്നാണ് ഉണ്ടായത്. ചിന്ത എന്താണ് എന്നതിനെ സംബന്ധിച്ച്. അതിനു മുമ്പ് ഒരു ഭൗതിക വസ്തുവിനന്യമായ ഒരു കേവലാശയം, അതിൻ്റെ പ്രകാശനമെന്ന നിലയിൽ മനുഷ്യചിന്ത ഈ നിലയ്ക്കാണ് ധാരാളമായി സങ്കല്പിക്കപ്പെട്ടിരുന്നത്. അത് ഭൗതിക വസ്തുവിൻ്റെ ഉൽപ്പന്നമെന്ന രീതിയിലോ ഗുണവിശേഷമെന്ന രീതിയിലോ ഉള്ള സങ്കല്പങ്ങൾ മുമ്പുണ്ടായിരുന്നില്ല. മറിച്ച് ചിന്ത എന്ന് പറയുന്നത്
ഭൗതിക വസ്തുവിൻ്റെ ഒരു ഉൽപ്പന്നമാണ് എന്ന നിലയ്ക്ക് പഠനങ്ങൾ പക്വത ആർജിക്കുകയും തത്വചിന്താപരമായി കാൾ മാർക്സിലൂടെ ചിന്തയുടെ ഉദയം എങ്ങനെ എന്നതിനെ സംബന്ധിച്ച ശരിയായ വ്യാഖ്യാനം ഉണ്ടാവുകയും ചെയ്ത പ്രക്രിയ എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായ പ്രക്രിയയാണ്. ഇപ്പോൾ ഭൗതികവാദം തന്നെ പടിപടിയായാണ് ലോകത്തുദയം ചെയ്തത്. ഇന്ത്യയിൽ അതിപ്രാചീന ഭൗതികവാദം ഉണ്ടായിരുന്നു. പക്ഷെ സമീപകാലത്ത് ആരൊക്കെ ഭൗതികവാദ പദ്ധതിയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നത് നമുക്ക് പരിശോധിക്കാം. ലോകത്ത് തന്നെ മാർക്സിന് മുമ്പ് യൂറോപ്പിലെ വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഹോബ്സ് എന്നൊരു തത്വചിന്തകൻ, അദ്ദേഹം ഭൗതികവാദം, പക്ഷെ അദ്ദേഹം യാന്ത്രിക ഭൗതികവാദമാണ് വെച്ചത്. ഒരു യന്ത്രത്തെ എന്നോണമാണ് അദ്ദേഹം പ്രപഞ്ചത്തെ വീക്ഷിച്ചത്. ജീവിതത്തെയും മനുഷ്യ ജീവിതത്തെയും ഒരു യന്ത്രത്തിന് തുല്യമായ രീതിയിലാണ് അദ്ദേഹം കണ്ടത്. ആ യന്ത്രങ്ങൾക്ക് ഒരു തുടക്കം ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ് എന്നതുപോലെ ഈ പ്രപഞ്ചത്തിനും ജീവിതത്തിനുമൊക്കെ ഒരു തുടക്കം വേണ്ടതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിത പ്രക്രിയ അനുസ്യൂതം ചാക്രികമായി തുടരുന്നൊരു പ്രക്രിയയായി അദ്ദേഹം കണ്ടു. പുതുതായി ഒന്നും ഉണ്ടാകുന്നില്ല അതിനകത്ത്, ഉള്ളത് തന്നെ വീണ്ടും വീണ്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പദാർത്ഥത്തിന് ഗുണപരമായ മാറ്റത്തിൻ്റെ ഒരു സങ്കല്പമേ ഇല്ല. മാറ്റത്തിന് ഒരാന്തരികമായ ഘടകവുമില്ല, യാന്ത്രികമായ മാറ്റം. ഹോബ്സിന് ശേഷം ഇമ്മാനുവൽ കാന്റ്, അദ്ദേഹം അഗ്നോസ്റ്റിസിസം എന്ന ഒരു പദ്ധതി, ചിന്താ പദ്ധതി ആവിഷ്കരിച്ചു. അതിൽ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് സനാതന പ്രപഞ്ചമല്ല, അതൊരു വികസിക്കുന്ന പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ച പരിവർത്തനങ്ങൾ, പ്രകൃതിയുടെ പരിവർത്തനങ്ങൾ മനുഷ്യ ഇന്ദ്രിയങ്ങളിലൂടെ അത് പ്രതിഫലിക്കുന്നു. പക്ഷേ ഈ പ്രപഞ്ചം അജ്ഞേയമാണ്. പ്രപഞ്ചം മനസ്സിലാക്കാവുന്നതല്ല, അജ്ഞേയമാണ്. ഈ വിധത്തിൽ ഉള്ള ഒരു പ്രത്യേകതരം ചിന്താ പദ്ധതി, ദാർശനിക പദ്ധതി കാന്റ് അവതരിപ്പിച്ചു. കാന്റിനെ തുടർന്ന് ഈ രംഗത്ത്, ഈ ചിന്താമണ്ഡലത്തിൽ വന്ന ഒരു വികസനം ഹെഗലിലൂടെയാണ്. ഹെഗൽ സനാതനമായ ഒരു കേവലാശയം എന്ന സങ്കല്പം കൊണ്ട്, എല്ലാം വരുന്നത് ഈ കേവലാശയത്തിൽ നിന്നാണ്. അതുമാത്രമാണ് ജീവത്തായ ഒരു ആത്മാവ് എന്ന് പറയുന്നത്. സമയത്തെ ആധാരമാക്കി ഉള്ള മാറ്റം, പ്രകൃതിയുടെ മാറ്റം അസാധ്യമാണ്. പ്രകൃതിയിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ബഹുവിധ സാധ്യതകളെ, യാഥാർത്ഥ്യങ്ങളെല്ലാം, അഥവാ പ്രകൃതി യാഥാർത്ഥ്യങ്ങളെല്ലാം ചുരുള് നിവർന്നു വരികയാണ് എന്ന്, അത് ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ ചുരുള് നിവർന്നു വരികയാണ്. പുതിയ വികാസങ്ങളൊന്നുമില്ല. ദ്വന്ദ്വവാദത്തിന്റെ ആവിഷ്കർത്താവാണ് ഹെഗൽ. ദ്വന്ദ്വവാദം വളരെ മഹത്തരമായ ഒരു ദാർശനിക ആവിഷ്കാരമാണ്. കേവലാശയത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന വൈരുദ്ധ്യത്തിൻ്റെ വികസിത പ്രകാശനം. ആശയത്തിൽ അടങ്ങിയിരിക്കുന്ന വൈരുദ്ധ്യം ആ ആശയത്തിൻ്റെ പ്രതിഫലനമായ വസ്തുവിൽ പ്രകടിതമാകും. ഈ വൈരുദ്ധ്യം ഒരു യുക്തി നൽകുന്നു, ആ യുക്തിക്കനുസരിച്ച് യാഥാർത്ഥ്യം അനാവൃതമാകും. അപ്പൊ ഈ രീതിയിൽ ഉള്ള ദ്വന്ദ്വവാദത്തെ ആധാരമാക്കിയ ഒരാശയവാദമാണ് ഹെഗൽ മുന്നോട്ട് വെച്ചത്. ഹെഗലിന്റെ തൊട്ടു പിന്നാലെ യൂറോപ്പിൽ, ജർമ്മനിയിൽ വന്ന തത്വചിന്തകനാണ് ഫ്യൂർബാഹ് എന്ന തത്വചിന്തകൻ. ഫ്യൂർബാഹ് ഹെഗലിന്റെ ഒരു പിൻഗാമിയായിട്ടാണ്, വിദ്യാർത്ഥിയായിട്ടാണ് അദ്ദേഹത്തിന്റെ പഠനം ആരംഭിച്ചത്. അദ്ദേഹം കറകളഞ്ഞ ഒരു ഭൗതികവാദിയായിരുന്നു. പ്രകൃതി നിലനിൽക്കുന്നത് ഒരാശയത്തിൻ്റെയും അടിത്തറയിലല്ല, അഥവാ ആശയങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രമായാണ് പ്രകൃതി നിലനിൽക്കുന്നത്. തത്വചിന്തകൾക്കും അതീതമായാണ് പ്രകൃതി നിലനിൽക്കുന്നത്. പദാർത്ഥത്തിൽ നിന്നാണ് ചിന്തയുണ്ടാകുന്നത്. പദാർത്ഥമില്ലെങ്കിൽ ചിന്തയില്ല. ഇപ്പൊ പദാർത്ഥത്തിന്റെ പ്രാഥമികത ഉറപ്പിച്ചെടുത്തുകൊണ്ടാണ് ഫ്യൂർബാഹ് തന്റെ തത്വചിന്താ പദ്ധതി രൂപപ്പെടുത്തിയെടുത്തത്. പക്ഷേ അദ്ദേഹം മനുഷ്യ സമൂഹത്തിന്റെ മേൽഗതിക്കാധാരമായ ചില ധർമാധർമ്മ ബോധങ്ങൾ സനാതനമായിട്ടുണ്ടാകേണ്ടതാണ്
എന്ന് പദാർത്ഥമാണ് ചിന്ത സൃഷ്ടിക്കുന്നതെങ്കിലും സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സനാതനമായ ചില ചിന്തകളുടെ ആവശ്യകതയുണ്ട് എന്ന സിദ്ധാന്തമാണ് അദ്ദേഹം കൊണ്ടുവന്നത്, എന്ന സമീപനമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ എക്കാലത്തേക്കും മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ തത്വസംഹിതകൾ എന്ന നിലയിൽ മതസംഹിതകൾ പോലെ ചില സംഹിതകൾ ഫ്യൂർബാഖ് മുന്നോട്ട് വെച്ചു. എന്ന് പറഞ്ഞാൽ പ്രാമാണികത്വം അദ്ദേഹം കൊണ്ടുവന്നു. മനുഷ്യനെല്ലാവരും സ്നേഹിക്കണം, മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനം സ്നേഹമായിരിക്കണം, യുക്തിപരമായൊരു സ്വയം മനോഭാവം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഇങ്ങനെ മനുഷ്യന്റെ അഭിമാനബോധത്തെ, നിലനിൽപ്പിനെ സ്ഥാപിക്കാൻ ഉതകുന്ന ചില തത്വങ്ങൾ മനുഷ്യൻ സമൂഹം പാലിക്കേണ്ടതാണ് എന്ന മട്ടിൽ ചില സനാതന ആശയങ്ങൾക്ക് ഭൗതികവാദിയായ ഫ്യൂർബാഖ് രൂപം കൊടുത്തു. മാനവസത്ത, ഹ്യൂമൻ എസൻസ്, അതിനെ അദ്ദേഹം ഹ്യൂമൻ എസൻസ് എന്നാണ് വിളിച്ചത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഭിന്നമായി മനുഷ്യൻ, വ്യക്തി എന്ന് പറയുന്നത് ഒരു വേറിട്ട സനാതന സ്വത്വമല്ല, മറിച്ച് ഒരു ചരിത്ര പ്രക്രിയയുടെ ഉൽപ്പന്നമാണ്. അതുകൊണ്ട് ഈ മനുഷ്യ സത്ത എന്ന് പറയുന്നതും ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ നടത്തി മാറ്റി നിൽക്കുന്ന മനുഷ്യചിന്തയല്ല, മാനവചിന്തയല്ല, മറിച്ച് ഒരു ചരിത്ര ഘട്ടത്തിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ ഉദയം ചെയ്യുന്ന ചിന്തയാണ്. അതുകൊണ്ട് എക്കാലത്തേക്കുമുള്ള ചിന്ത എന്ന മട്ടിൽ മനുഷ്യനെ എക്കാലത്തേക്കും നയിക്കത്തക്ക തത്വം എന്ന മട്ടിൽ ഒരു തത്വമോ ചിന്തയോ ഉണ്ടാവാൻ പറ്റില്ല. ഇമാതിരി ഉള്ള ചിന്തയെയും മനുഷ്യനെയും സംബന്ധിച്ച ദ്വന്ദ്വാത്മക സമീപനങ്ങൾ കാറൽ മാർക്സിൽ നിന്നാണ് ഉദയം ചെയ്യുന്നത്. മാർക്സ് ആദ്യമായി ഈ ഭൗതിക പ്രപഞ്ചം മനുഷ്യ മനസ്സിൽ പ്രതിഫലിച്ച് പ്രതിപ്രവർത്തിച്ച് ഉണ്ടാകുന്നതാണ് മനുഷ്യചിന്ത എന്ന ആശയം മുന്നോട്ട് വെച്ചു. അങ്ങനെ പഴയ പ്രാകൃത ഭൗതികവാദം, യാന്ത്രിക ഭൗതികവാദം, അജ്ഞേയതാവാദം, ഫ്യൂർബാഖിന്റെ ഭൗതികവാദം, ഈ ഭൗതികവാദ പദ്ധതികളിലെല്ലാം, ആശയവാദ പദ്ധതികളിൽ എന്നതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടം അഭിമുഖീകരിച്ച ചൂഷണങ്ങളിൽ നിന്നുള്ള വിമുക്തിയുടെ പാഠങ്ങൾ ഇവയ്ക്കൊന്നും തന്നെ നൽകാൻ കഴിഞ്ഞില്ല. ഈ ദുരിതങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കും, മനുഷ്യനെ എങ്ങനെ മോചിപ്പിക്കാം, ഇതിനുത്തരം നൽകാൻ ആശയവാദ പദ്ധതികൾക്കെന്നതുപോലെ തന്നെ ലോകത്തിൽ ഇതപര്യന്തം ഉണ്ടായി വന്ന, ഇതപര്യന്തമല്ല അന്ന് വരെ ഫ്യൂർബാഖ് വരെ ഉണ്ടായി വന്ന ഭൗതികവാദ പദ്ധതികൾക്കും ഉത്തരം കൊടുക്കാനായില്ല. അവിടെ മാർക്സാണ് മാറ്റത്തെ സംബന്ധിച്ച കൃത്യമായ ശാസ്ത്രീയമായ ദ്വന്ദ്വാത്മകമായ ധാരണ വികസിപ്പിച്ചെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ മാറ്റത്തിൻ്റെ രീതിയും സമ്പ്രദായവും എന്താണ് എന്ന് കൃത്യമായി നിർണയിച്ചുകൊണ്ട് മാറ്റത്തിന് വേണ്ടിയുള്ളൊരു പ്രായോഗിക പദ്ധതി ചരിത്രപരമായി ഉരുത്തിരിച്ചെടുത്തത്. അപ്പോ അതിനെ അടിസ്ഥാനപ്പെടുത്തി തൊഴിലാളി വർഗത്തെ, ആധുനിക തൊഴിലാളി വർഗത്തെ മാറ്റത്തിൻ്റെ വക്താവായി മുന്നോട്ട് കാണിച്ചുകൊണ്ട്, ചരിത്രപരമായി മാറ്റത്തിൻ്റെ വക്താവായി മുന്നോട്ട് കാണിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച വിശ്വപ്രസിദ്ധമായ മുദ്രാവാക്യം, തൊഴിലാളി വർഗത്തിന് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ചങ്ങലകളല്ലാതെ നേടാനുള്ളത് വലിയൊരു ലോകമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ ലോകം നേടിയെടുക്കുവാനുള്ള ചരിത്ര നിയതമായൊരു പ്രക്രിയ, അതിനനുയോജ്യമായ ഒരു സമീപനത്തിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നത്. അത് തന്നെ സഖാവ് ശിവദാസ് ഭൂഷൺ പറഞ്ഞു. വിജയം നമ്മുടേത് തന്നെയാണ്, തൊഴിലാളി വർഗത്തിൻ്റെത് തന്നെയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ഈ വിജയം സാധ്യമാക്കുന്നത് തൊഴിലാളി വർഗത്തിന് കയ്യിൽ അജയ്യമായ ഒരു ആയുധമുണ്ട്, ആശയത്തിൻ്റെ ആയുധം, മാർക്സിസം എന്ന ആ സമീപന പദ്ധതിയുണ്ട് എന്നതുകൊണ്ടാണ് എന്ന് മാർക്സ് പറഞ്ഞു. മാർക്സിസത്തിന്റെ പ്രയോഗ പദ്ധതിയുടെ പ്രാധാന്യം, രീതി എന്ത് എന്ന് സ്റ്റാലിൻ അടിവരയിട്ട് കാണിച്ചു. സിദ്ധാന്തമില്ലാത്ത പ്രയോഗം അന്ധമാണ്, പ്രയോഗമില്ലാത്ത സിദ്ധാന്തം വന്ധ്യമാണ്. അങ്ങനെ ഒരു ദർശനം, ദാർശനികമായ വീക്ഷണം, ഒരു ജീവിത വീക്ഷണം, ഒരു പ്രയോഗ പദ്ധതി അഥവാ പ്രയോഗ പദ്ധതിയും ചിന്താപദ്ധതിയും ഒരുമിച്ച് ചേർന്ന ഒരു ജീവിത വീക്ഷണം ചരിത്രത്തിൽ ആദ്യമായി ഉദയം കൊണ്ടു. അങ്ങനെ മാർക്സിന്റെ വിഖ്യാതമായ പ്രഖ്യാപനം ഉണ്ടായി,
ദർശനങ്ങൾ, തത്വശാസ്ത്രങ്ങൾ ഇതേവരെ ലോകത്തെ വ്യാഖ്യാനിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ കാര്യമെന്ന് പറയുന്നത് ലോകത്തെ മാറ്റുക എന്നതാണ്. അങ്ങനെ ലോകത്തെ മാറ്റാൻ ഉതകുന്ന ആധുനിക തത്വചിന്തയാണ്, ദർശനമാണ് മാർക്സിസം. ലോകത്തെ മാറ്റാൻ ഉതകുന്ന ദർശനം. ഈ ദർശനം നമ്മൾ സ്വായത്തമാക്കിയേ പറ്റൂ. ഈ ദർശനം തനിയെ വന്നു ചേരില്ല. അതുകൊണ്ട് ഈ ദർശനത്തെ സ്വായത്തമാക്കാൻ ഉതകുന്ന പഠന പ്രക്രിയ കമ്മ്യൂണിസ്റ്റുകൾ സ്വീകരിച്ചേ പറ്റൂ. നമ്മുടെ നാട്ടിലെന്നല്ല, ലോകത്താകമാനം ചൂഷണ വിമുക്തമായ ഒരു സാമൂഹ്യ സൃഷ്ടിക്കായി ഉദ്ദേശിച്ച് തന്നെ പോരടിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ അറിവ് പരമപ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ചടങ്ങ് എന്ന നിലയിലല്ലാതെ യഥാർത്ഥത്തിൽ ഈ പരിവർത്തന പ്രക്രിയയുടെ ദിശ നിർണ്ണയിക്കാനും അതിൻ്റെ മുൻനിരയിൽ നിൽക്കാനും ഉതകുന്ന രീതിയിൽ നമ്മെ തന്നെ പ്രാപ്തമാക്കാൻ ഈ വലിയ ആയുധം ധരിക്കുവാനുള്ള ദൃഢനിശ്ചയവുമായി ഈ സിദ്ധാന്തമെന്ത് എന്ന് മനസ്സിലാക്കാൻ കാലാകാലങ്ങളിൽ പരിശ്രമങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ നിരന്തരമായി പരിശ്രമം നടത്തുന്നത്.